കോവിഡ് വ്യാപനത്തിനൊപ്പം സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും പെരുകുന്നു. പകർച്ചവ്യാധികൾ പിടിപെട്ട് 5 മാസത്തിനിടെ കേരളത്തിൽ 148 പേരാണ് മരിച്ചത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കാലവർഷം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പല പകർച്ചവ്യാധികളും സംസ്ഥാനത്തെ കീഴ്പ്പെടുത്തിയിരുന്നു. കോവിഡ് വ്യാപനവും ഇപ്പോൾ വ്യാപിക്കുകയാണ്. അതോടൊപ്പം ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളും കൂടിയാകുമ്പോൾ സ്ഥിതി ഗൗരവതരമാവുകയല്ലേ? ആരോഗ്യവകുപ്പ് എന്ത് നടപടികൾ എടുത്തു എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. 5 മാസത്തിനിടെ സംസ്ഥാനത്ത് മരിച്ചത് 148 പേരാണ്. എലിപ്പനി ബാധിച്ച് മാത്രം ജീവൻ നഷ്ടമായത് 37 പേർ. നമുക്കറിയാം ഈ ശുദ്ധമായിട്ടുള്ള നഷ്ടമായത് 37 പേർ. നമുക്കറിയാം ഈ അശുദ്ധമായിട്ടുള്ള വെള്ളത്തിലൂടെയാണ് ഈ എലിപ്പനി പടർന്നു പിടിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ പ്രതിമാസം 2 ലക്ഷത്തിലധികം പകർച്ചവ്യാധി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പകർച്ചവ്യാധികൾ മൂലം കേരളത്തിൽ മരണപ്പെട്ടത് 100 പേരുടെ ജീവൻ പകർച്ചവ്യാധികൾ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2025 ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസത്തിനിടെ മാത്രം വിവിധ പകർച്ചവ്യാധി രോഗങ്ങൾ മേലെ 148 പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. ഇതിൽ 37 കരുതപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് 32 പേരും ഈ കാലയളവിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് 16 പേരും പേവിഷബാധയേറ്റ് 15 ആളുകളും 2025 മെയ് 31 വരെ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് കണക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. പ്രതിദിനം 8,000-ൽ കൂടുതൽ പകർച്ചവ്യാധി കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. പ്രതിമാസ കണക്ക് നോക്കിയാൽ അത് 2 ലക്ഷത്തിന് മുകളിലാണെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മലിനജലത്തിലൂടെയും വായുവിലൂടെയുമാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും അതെവിടെയാണ് യഥാർത്ഥത്തിൽ പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആരോഗ്യ വകുപ്പ് യഥാർത്ഥ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നാണ് ഈ കാര്യത്തിൽ കൂടി അത് മനസ്സിലാക്കേണ്ടിയുള്ളത്. സംസ്ഥാനത്ത് മറ്റ് രോഗങ്ങളെ ഒരു പ്രധാന സംഭവമാണ്. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച കോവിഡ് വ്യാപിച്ച് 2 പേരാണ് മരണപ്പെട്ടത്. ഈ കോവിഡിന് പുറമെ ഇത്തരത്തിൽ ജലജന്യ രോഗങ്ങളും ശരി ടിൻഡു, കോവിഡ് വ്യാപനത്തിനൊപ്പം സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും പെരുകുകയാണ്. പകർച്ചവ്യാധികൾ പിടിപെട്ട 5 മാസത്തിനിടെ കേരളത്തിൽ 148 പേർ മരിച്ചു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.